PSC കറണ്ട് അഫെയർസിൻ്റെ 14ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാർച്ച് 3, 2026 കറണ്ട് അഫെയർസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ US-ഉം ഇസ്രയേലും, ആരൊക്കെയാണ്? US-ഉം ഇസ്രയേലും ചേർന്ന് ഇറാനിനെതിരെ നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന്റെ പേരെന്താണ്? എല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചു കാണും അല്ലേ? എന്താണ്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ യുഎസും ഇസ്രയേലും ചേർന്ന് ഇറാനിനെതിരെ നടത്തിയ സംയുക്ത സൈനിക നീക്കം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ലയൺസ് റോർ ആരംഭിച്ചത് ഏത് രാജ്യമാണ്? ഇസ്രയേലാണ് ഓപ്പറേഷൻ ലയൺസ് റോർ ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോർമുസ് കടലിടുക്ക്, ഏത് കടലിടുക്കാണ്? ഹോർമുസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത് ഏത് രണ്ട് ജലാശയങ്ങളെയാണ് ഹോർമുസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത്? പേർഷ്യൻ ഗൾഫ് മുതൽ ഒമാൻ ഉൾക്കടൽ വരെ. അപ്പോൾ പേർഷ്യൻ ഗൾഫ് ടു ഒമാൻ ഉൾക്കടൽ വരെയാണ് ഹോർമുസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത്. ഏതൊക്കെ രണ്ട് ജലാശയത്തെയാണ്? ഒന്നും കൂടി പറഞ്ഞേ. പേർഷ്യൻ ഗൾഫ് ടു ഒമാൻ ഉൾക്കടൽ. ഇനി അടുത്തത്, ഓപ്പറേഷൻ ലയൺസ് റോറിന്റെ ലക്ഷ്യം എന്താണ്? എന്തായിരിക്കും ഓപ്പറേഷൻ ലയൺസ് റോറിന്റെ ലക്ഷ്യം? ഇറാന്റെ ഭരണ സംവിധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേല് 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടിയാണ്. അപ്പോൾ ഇറാന്റെ ഭരണ സംവിധാനം തകർക്കുക, നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേല് 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടിയാണ് എന്ത്? ഓപ്പറേഷൻ ലയൺസ് റോർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ പ്രധാന എണ്ണ വ്യാപാര പാതയായി അറിയപ്പെടുന്നത് ഏത് കടലിടുക്കാണ്? ഏതാണ് ആ പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായി അറിയപ്പെടുന്ന കടലിടുക്ക്? ഹോർമുസ് കടലിടുക്കാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കാണ് ലോകത്തിലെ പ്രധാന എണ്ണ വ്യാപാര പാതയായി അറിയപ്പെടുന്ന കടലിടുക്ക്. ഇനി നമുക്ക് ഗഗൻയാൻ പദ്ധതിയെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് നോക്കാം. ക്വസ്റ്റ്യൻ, ഗഗൻയാൻ ദൗത്യം ഏത് സ്ഥാപനമാണ് നടത്തുന്നത്? ഏത് സ്ഥാപനമാണ് നടപ്പാക്കുന്നത്? ISRO. അപ്പം ISROയാണ് ഗഗൻയാൻ ദൗത്യം നടപ്പാക്കുന്നത്. ഇനി ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? എന്താണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്നതാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്തത്, ഗഗൻയാൻ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കാനിരിക്കുന്ന ഓസ്ട്രേലിയൻ ദ്വീപ് ഏതാണ്? ഏതാണ് ആ ഓസ്ട്രേലിയൻ ദ്വീപ്? കൊക്കോസ് ദ്വീപാണ് ഗഗൻയാൻ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കാനിരിക്കുന്ന ഓസ്ട്രേലിയൻ ദ്വീപ്. ഏതാണ് ദ്വീപിന്റെ പേര്? കൊക്കോസ് ദ്വീപ്. ഇനി അടുത്തത്, കൊക്കോസ് ദ്വീപുകൾ ഏത് രാജ്യത്തിന്റെ അധീനതയിലാണ്? ഇപ്പൊ തന്നെ ആൻസർ കിട്ടിക്കാണും അല്ലേ? ഏത് രാജ്യത്തിന്റെ അധീനതയിലാണ്? ഓസ്ട്രേലിയയുടെ അധീനതയിലാണ് കൊക്കോസ് ദ്വീപുകൾ. ഇനി സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതി ഏതാണ്? ഏതായിരിക്കും സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത്? അഷ്വേർഡ് പെൻഷൻ. എന്ത് പെൻഷനാണ്? അഷ്വേർഡ് പെൻഷനാണ് സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതി. അത് നിലവിൽ വരുന്നത് 2026 ഏപ്രിൽ 1 മുതലാണ് കേട്ടോ. അപ്പൊ 2026 ഏപ്രിൽ 1 മുതൽ സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കുന്ന പുതിയ പെൻഷൻ പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും
കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഏതായിരിക്കും? കേര, KERA, കേര. അപ്പോൾ കേര പദ്ധതിയാണ് കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നതിനാ? സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കേര. ഇനിയും അടുത്തത് മാർച്ച് 3 എന്ന് പറയുന്നത് എന്ത് ഡേ ആണ്? അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് ഡേ ആണ്? മാർച്ച് 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. അപ്പോൾ 2026 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയി ബന്ധപ്പെട്ട പ്രമേയം എന്താണ്? എന്താണ് നമ്മുടെ 2026 പ്രമേയം എന്ന് പറയുന്നത്? ഔഷധ സുഗന്ധ സസ്യങ്ങൾ, ആരോഗ്യം, പൈതൃകം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സംരക്ഷണം. അപ്പോൾ 2026 പ്രമേയം എന്ന് പറയുന്നത് 2026 പ്രമേയം എന്താണ്? ഔഷധ സുഗന്ധ സസ്യങ്ങൾ, ആരോഗ്യം, പൈതൃകം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സംരക്ഷണം. ഇനി 2025 കഴിഞ്ഞ വർഷത്തെ പ്രമേയം എന്തായിരുന്നു? വന്യജീവി സംരക്ഷണ ധനസഹായം, ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം. അപ്പോ 2025 പ്രമേയം എന്തായിരുന്നു? വന്യജീവി സംരക്ഷണ ധനസഹായവും ജനങ്ങൾക്കും അതുപോലെ തന്നെ ഭൂമിക്കുമായുള്ള നിക്ഷേപവും. അപ്പോൾ ഇത് 2026 പ്രമേയവും 2025 പ്രമേയവും ഓർത്തു വെക്കുക. ഒന്നും കൂടി ഒരു ക്വസ്റ്റ്യൻ. മാർച്ച് 3 എന്താണ്? വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. ഇനി മാർച്ച് 3 എന്ന് പറയുന്നത് വേറൊരു ഡേയും കൂടിയാണ്. ഏതാണെന്നറിയാമോ? വേൾഡ് ഹിയറിംഗ് ഡേ ആണ്. വേൾഡ് ഹിയറിംഗ് ഡേ ആണ് മാർച്ച് 3 എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് വൈൽഡ് ലൈഫ് ഡേയും ഉണ്ട്, വേൾഡ് ഹിയറിംഗ് ഡേയും ഉണ്ട്. അപ്പോൾ ഇനി ഈ വേൾഡ് ഹിയറിംഗ് ഡേയ്ക്കും പ്രമേയമുണ്ട്. 2026 പ്രമേയം എന്താണ്? സമൂഹങ്ങൾ മുതൽ ക്ലാസ് മുറികൾ വരെ. എന്താണ്? സമൂഹങ്ങൾ മുതൽ ക്ലാസ് മുറികൾ വരെ എല്ലാ കുട്ടികൾക്കും ശ്രവണ പരിചരണം. അപ്പം സമൂഹങ്ങൾ മുതൽ ക്ലാസ് മുറികൾ വരെ എല്ലാ കുട്ടികൾക്കും ശ്രവണ പരിചരണമാണ് 2026 പ്രമേയം. അപ്പോൾ 2025 പ്രമേയമോ? ചിന്താഗതികൾ മാറ്റുക, കാതിന്റെയും കേൾവിയുടെയും സംരക്ഷണം എല്ലാവരിലും സാധ്യമാക്കാൻ സ്വയം പ്രാപ്തരാക്കുക. അപ്പോൾ 2025 പ്രമേയം എന്തായിരുന്നു? ചിന്താഗതികൾ മാറ്റുക, കാതിന്റെയും കേൾവിയുടെയും സംരക്ഷണം എല്ലാവരിലും സാധ്യമാക്കാൻ സ്വയം പ്രാപ്തരാക്കുക. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇതെല്ലാം പഠിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഈ പ്രമേയമൊക്കെ പിന്നീട് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പെൻഡിങ് ആവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാം അന്നന്ന് തന്നെ പഠിച്ചു പോവുക. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.